ജീവിതത്തിന്റെ കനൽവഴികളിലേക്ക് ഇറങ്ങി നടക്കാൻ പോകുന്ന മക്കൾക്ക് ഒരു അമ്മയ്ക്കും അച്ഛനും നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്തായിരിക്കും? പലപ്പോഴും സ്നേഹത്തിന്റെ പുതപ്പുപെടുത്ത് നമ്മൾ അവർക്ക് വെച്ചു നീട്ടുന്നത് മാരകമായ ഒരു കെണിയാണെന്ന യാഥാർത്ഥ്യം എത്രപേർ തിരിച്ചറിയുന്നുണ്ട്? സുരക്ഷിതത്വം എന്ന മായാവലയത്തിനു പിന്നിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തങ്ങൾ അനുഭവിച്ചതിനേക്കാൾ മികച്ചൊരു ജീവിതം മക്കൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഈ ഭൂമിയിലുണ്ടാകില്ല. പക്ഷേ ആ അന്ധമായ ആഗ്രഹം അവരെ തള്ളിവിടുന്നത് തികച്ചും കപടമായ ഒരു ലോകത്തിന്റെ നടുവിലേക്കാണ്. പണത്തിന് പുറകെ മാത്രം ഭ്രാന്തമായി പായുന്ന ഈ ക്രൂരമായ ലോകത്ത് സ്വന്തം മക്കളെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാത്തത് ഭാവിയിൽ അവരെ വലിയൊരു പരാജയത്തിന്റെ അഗാധതയിലേക്ക് തള്ളിയിടും. ഒരു കുട്ടിയുടെ ജീവിതത്തെ കേവലം ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ 4 തിരുകൾക്കുള്ളിലേക്ക് മാത്രം ഒതുക്കുമ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നത് ഈ ലോകത്തിന്റെ യഥാർത്ഥവും ക്രൂരവുമായ മുഖമാണ്. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയാൽ ജീവിതം ഭദ്രമായി എന്ന് വിശ്വസിക്കുന്ന 99% മനുഷ്യരും തിരിച്ചറിയാതെ പോകുന്നത് പണത്തിന്റെ നിഗൂഢമായ മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രം കുട്ടിക്കാലത്ത് തന്നെ സ്വന്തമാക്കിയില്ലെങ്കിൽ 25-ാം വയസ്സിൽ ഈ ലോകത്തിനു മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുമെന്നത് ക്രൂരമായ യാഥാർത്ഥ്യം മാത്രമാണ്. ഇവിടെ ഭയപ്പെടുത്തുന്ന ഒരു മനഃശാസ്ത്രപരമായ സത്യമുണ്ട്. നാം മക്കൾക്ക് നൽകുന്ന അമിതമായ സുഖസൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ അവരെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്ന ഭീരുക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവർക്ക് വാങ്ങി നൽകുന്ന പുത്തൻ ഗാഡ്ജറ്റുകളും വില കൂടിയ വസ്ത്രങ്ങളും അവരോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങളല്ല, മറിച്ച് അവരുടെ പോരാട്ടവീര്യത്തിന്റെ നെഞ്ചിലേക്ക് നമ്മൾ തന്നെ കുത്തിയിറക്കുന്ന മാരകമായ ആയുധങ്ങളാണ്. അവരെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും സംരക്ഷിച്ചു വളർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്ന ദുർബലരായി അവരെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ വരികൾ കേട്ടാൽ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറിമറിയും. മക്കളെ അമിതമായി ലാളിക്കുന്നത് അവരിൽ ജന്മനാൽ തന്നെ ദോഷങ്ങൾ വളർത്തും. എന്നാൽ അവരെ കർശനമായ അച്ചടക്കത്തിലും ജീവിത യാഥാർത്ഥ്യങ്ങളിലും വളർത്തിയാൽ മാത്രമേ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ഗുണങ്ങൾ വികസിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവർക്ക് സന്തോഷം നൽകുകയാണെന്നാണ്. എന്നാൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുന്നിലേക്ക് യാതൊരു പ്രതിരോധവുമില്ലാതെ അവരെ അപ്രാപ്തരാക്കി നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചോദിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം കൈകളിലെത്തുമ്പോൾ അധ്വാനത്തിന്റെ വില അവർ എങ്ങനെ മനസ്സിലാക്കും? 1 രൂപ പോലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാൻ പഠിക്കാത്തൊരു കുട്ടിക്ക് കോടികളുടെ സ്വത്ത് കൈമാറിയാലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതൊക്കെ വായുവിൽ അലിഞ്ഞുപോകും. ഈ ലോകം വളരെ ക്രൂരമായ രീതിയിലാണ് മനുഷ്യനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ആ ലോകത്തിന്റെ തല്ല് വാങ്ങി പഠിക്കുന്നതിന് മുൻപ് സ്വന്തം മക്കൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ട ആഴത്തിലുള്ള ചില ജീവിത പാഠങ്ങളുണ്ട്. അത് പണത്തെക്കുറിച്ചുള്ള ധാരണകൾ മാത്രമല്ല, മനുഷ്യരുടെ കപടമുഖങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുകൂടിയാണ്. ഇത് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവരെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കെണിയിലേക്ക് തന്നെയാണ് വഴി നടത്തുന്നത്. പണത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് പല കുടുംബങ്ങളിലും ഇന്നും ഒരു നിഷിദ്ധമായ കാര്യമാണ്. പണം മരത്തിൽ കായ്ക്കുന്നതാണോ എന്ന ചോദ്യം കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ ആ പണത്തിന്റെ മരം എങ്ങനെ നട്ടുപിടിപ്പിക്കണം എന്ന് ആരും കുട്ടികൾക്ക് പറഞ്ഞു തരാറില്ല. കുട്ടികൾക്കൊരു മൺകൂട് വാങ്ങി നൽകി അതിൽ പണം നിക്ഷേപിക്കാൻ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സമ്പാദ്യശീലം. പക്ഷേ വെറുതെ പണം പൂഴ്ത്തിവെക്കുന്നത് വിഡ്ഢിത്തമാണെന്നും അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതാണ് ബുദ്ധിയെന്നും ആരും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കുട്ടിക്കൊരു 10 വയസ്സ് തികയുമ്പോൾ മുതൽക്കേ എന്താണ് ബാധ്യത, എന്താണ് ആസ്തി എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ആ കുട്ടി വാശി പിടിച്ചു വാങ്ങുന്ന വില കൂടിയ ബ്രാൻഡഡ് ചെരുപ്പുകൾ അവന്റെ പോക്കറ്റിൽ നിന്ന് പണം ചോർത്തുന്ന ബാധ്യതകളാണ്. എന്നാൽ അതേ പണം മറ്റെവിടെയെങ്കിലും കൃത്യമായി നിക്ഷേപിച്ചാൽ അത് ഭാവിയിൽ അവനു വേണ്ടി പണിയെടുക്കും. ജീവിതകാലം മുഴുവൻ കഴുതയെപ്പോലെ പണിയെടുക്കാനല്ല നമ്മൾ ജനിച്ചതെന്നും പണത്തെക്കൊണ്ട് നമുക്ക് വേണ്ടി പണിയിപ്പിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്നും കുട്ടികൾ അറിയണം. ചെറിയ പ്രായത്തിൽ തന്നെ ഈ നിക്ഷേപങ്ങളുടെയും സമ്പാദ്യത്തിന്റെയും രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കുട്ടി വളരുമ്പോൾ അവനെ തകർക്കാൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിനും കഴിയില്ല. ലോകത്തിനു മുന്നിൽ അഹങ്കാരം കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നത് ദാരിദ്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. എന്നാൽ ആരും കാണാതെ സ്വന്തമായി ഒരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് യഥാർത്ഥ ആഭിജാത്യമാണ്. പക്ഷേ പണമുണ്ടാക്കാൻ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. കാരണം നിങ്ങളുടെ കുട്ടി പണം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പുറത്തുനിന്നല്ല വരുന്നത്. അവൻ സ്വന്തമെന്ന് കരുതുന്ന അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ചില മുഖങ്ങളിൽ നിന്നാണ് ആ അപകടം ഉണ്ടാകുന്നത്. വേട്ടമൃഗങ്ങളെപ്പോലെ അവന്റെ വളർച്ചയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ആ മനുഷ്യരുടെ കപടത തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ എല്ലാ അധ്വാനവും മറ്റാരെങ്കിലും തട്ടിയെടുക്കും. നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ മക്കളെ പഠിപ്പിച്ചു വളർത്തുന്നത് കാണുന്നവരെയെല്ലാം ബഹുമാനിക്കാനും എല്ലാവരെയും കണ്ണുമടച്ച് സഹായിക്കാനുമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നമ്മൾ അവരെ ആവർത്തിച്ച് വിശ്വസിപ്പിക്കുന്നു. കേൾക്കാൻ വളരെ മനോഹരവും ആദർശാത്മകവുമായ ഒരു ചിന്തയാണിത്. എന്നാൽ ഈ ലോകത്തിന്റെ യഥാർത്ഥ മനഃശാസ്ത്രം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങൾക്ക് പിന്നിലും വന്യമായൊരു സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട്.
യാതൊരു ലാഭവുമില്ലാത്ത ഒരു ബന്ധവും ഈ പ്രായോഗിക ലോകത്തിലില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ കയ്പ് തോന്നാം. പക്ഷേ ഇതാണ് സത്യം. നിങ്ങളുടെ കുട്ടി വളർന്ന് വലിയൊരു വിജയത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ അവന്റെ ചുറ്റും ഒരു കൂട്ടം ബന്ധുക്കളും കപട സുഹൃത്തുക്കളും വന്നെത്തും. അവർ തങ്ങളുടെ വ്യാജമായ സാമ്പത്തിക കഷ്ടപ്പാടുകൾ പറഞ്ഞ് അവന്റെ മുന്നിൽ കണ്ണീരൊഴുക്കാൻ തുടങ്ങും. ബിസിനസ്സിൽ തകർച്ചയുണ്ടായെന്നോ മാരകമായ രോഗം ബാധിച്ചെന്നോ ഒക്കെ പറഞ്ഞ് അവർ അവനെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ യാതൊരു മടിയുമില്ലാതെ പറ്റില്ല എന്ന് അവരുടെ മുഖത്തു നോക്കി വെട്ടിത്തുറന്ന് പറയാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അവൻ കാട്ടുന്ന നന്മ തന്നെ അവന് വിനയായി മാറും. വികാരങ്ങൾ വികാരങ്ങളുടെ വഴിക്കും സാമ്പത്തിക തീരുമാനങ്ങൾ അതിന്റെ വഴിക്കും പോകണം എന്ന് അവർ തിരിച്ചറിയണം. മനുഷ്യരുടെ കപട മുഖമൂടികൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം കൃത്യമായി വായിച്ചെടുക്കാൻ മക്കളെ പ്രാപ്തരാക്കുക തന്നെ വേണം. നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒരു സാങ്കല്പിക ലോകത്തിന്റെ മനോഹരമായ ചിത്രമാണ്. എന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെയാണ്. ഇന്ന് വിജയത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്ന പല ബന്ധുക്കളും നാളെ ഒരു പരാജയമുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം മുഖം തിരിച്ചോടുന്നവരായിരിക്കും. അസൂയക്കാരായ മനുഷ്യരെ തിരിച്ചറിയാനും അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാനും പഠിക്കുക എന്നത് ഒരു അതിജീവന തന്ത്രമാണ്. അത് ഒരു സ്കൂളിലും ആരും പഠിപ്പിച്ചു തരില്ല. സ്വന്തം വരുമാനവും ബാങ്ക് ബാലൻസും ഭാവി പദ്ധതികളും എത്ര പ്രിയപ്പെട്ടവരായാലും അവരുടെ മുന്നിൽ തുറന്നു പറയരുത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. സ്വന്തം സമ്പാദ്യം രഹസ്യമായി സൂക്ഷിക്കുന്നതും സഹായം ചോദിച്ചു വരുന്നവരോട് സ്നേഹത്തോടെയും എന്നാൽ ദൃഢതയോടെയും നോ പറയാൻ പഠിക്കുന്നതും ഭാവിയിലെ വലിയ ചതിക്കുഴികളിൽ നിന്ന് അവരെ രക്ഷിക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റുള്ളവരുടെ വ്യാജമായ സഹതാപ തരംഗങ്ങൾക്ക് മുന്നിൽ എറിഞ്ഞുകൊടുക്കുന്നത് മഹത്വമല്ല, മറിച്ച് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിരോധവും ശരിയായ ചിന്താഗതിയും ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കുട്ടി യഥാർത്ഥത്തിൽ എന്തെങ്കിലും നേടാൻ യോഗ്യനായിരിക്കണം. കാരണം ഇന്നത്തെ തലമുറ ഒരു വലിയ മാനസിക രോഗത്തിന്റെ പിടിയിലാണ്. അത് അവരെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും അനുവദിക്കാത്ത വിധം തളർത്തുകയാണ്. അവരുടെ തലച്ചോറിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന, അവരെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന ഒരു മധുരമുള്ള വിഷം അവരുടെ ചുറ്റുമുണ്ട്. ഇന്ന് നിങ്ങളുടെ മക്കളെ ഈ കെണിയിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ നാളെ ഒരു പണവും ഒരു തന്ത്രവും അവരെ സഹായിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഈ നിമിഷത്തിലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തെറ്റായിരിക്കാം ഇത്. ആ മധുരമുള്ള വിഷം മറ്റൊന്നുമല്ല, കഠിനാധ്വാനമില്ലാതെ അവർക്ക് കിട്ടുന്ന അമിതമായ സുഖസൗകര്യങ്ങളും ഡിജിറ്റൽ ലോകത്തെ താൽക്കാലിക സന്തോഷങ്ങളുമാണ്. മണിക്കൂറുകളോളം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന റീലുകൾ മാത്രം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വിചാരിക്കുന്നത് അവരെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നേടുന്നു എന്നാണ്. എന്നാൽ ഇത് അവരുടെ കർമ്മശേഷിയെ ചിതൽ തിന്നുന്നതുപോലെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആചാര്യ ചാണക്യൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സുഖവും ആശ്വാസവും മാത്രം ആഗ്രഹിക്കുന്നവൻ വിദ്യയും വിജയവും ഉപേക്ഷിക്കണം. വിജയം ആഗ്രഹിക്കുന്നവൻ സുഖങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എന്നാൽ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? മക്കളെ എല്ലാത്തരം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അതിരുകടന്ന് സംരക്ഷിച്ച് ഒരു കണ്ണാടിക്കൂട്ടിലാണ് വളർത്തുന്നത്. ഈ അമിത സുഖത്തിന്റെ ലഹരി അവരെ ജീവിതകാലം മുഴുവൻ ദരിദ്രരും ദുർബലരുമാക്കി മാറ്റും. അവർ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചു മാത്രം ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അധ്വാനത്തിന്റെ കരുത്ത് എന്തെന്ന് അവർ കുട്ടിക്കാലത്ത് തന്നെ അറിയണം. ഈ ലോകത്ത് ഒരു കാര്യവും സൗജന്യമായി ലഭിക്കില്ല എന്ന് മക്കൾ മനസ്സിലാക്കണം. വിയർപ്പൊഴുക്കുന്നതിലും പരാജയപ്പെടുന്നതിലും യാതൊരു നാണക്കേടുമില്ലെന്ന് അവർ പഠിക്കണം. അവർക്ക് എന്തെങ്കിലും പുതിയ ഗാഡ്ജറ്റുകളോ വില കൂടിയ വസ്തുക്കളോ വേണമെന്നുണ്ടെങ്കിൽ അത് സ്വയം അധ്വാനിച്ച് നേടിയെടുക്കാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കിക്കൊടുക്കുകയാണ് വേണ്ടത്. സൗജന്യമായി ഒന്നും അവരുടെ കൈകളിൽ വെച്ചുകൊടുക്കരുത്. സ്വന്തം അധ്വാനത്തിലൂടെ ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അതിന്റെ യഥാർത്ഥ വില മനസ്സിലാവുന്നത്. അത് അവരുടെ അഹങ്കാരമല്ല, മറിച്ച് ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിക്കുന്നത്. തോൽവിയുടെ കൈപ്പറിഞ്ഞു തന്നെ അവർ വളരട്ടെ. എത്രയൊക്കെ തടുത്താലും അവർ താഴേക്ക് വീഴട്ടെ. കാരണം നിലമ്പത്തെ വീഴുമ്പോൾ മാത്രമാണ് സ്വന്തം കാലിൽ എങ്ങനെ നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരു മനുഷ്യൻ പഠിക്കുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ എല്ലാ സുഖസൗകര്യങ്ങളും തളികയിൽ വെച്ച് ശീലിപ്പിച്ചെടുത്ത ഒരു കുട്ടിക്ക് 25-ാം വയസ്സിൽ ഈ ലോകം അവന്റെ നേർക്ക് എറിഞ്ഞുകൊടുക്കുന്ന കടുത്ത ജോലി, സമ്മർദ്ദങ്ങളെയോ മത്സരങ്ങളെയോ താങ്ങാൻ കഴിയില്ല. ജീവിതത്തിൽ ചെറിയൊരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ തന്നെ അവർ തകർന്നു പോവുകയോ വിഷാദത്തിന്റെ ഇരുളിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ പരാജയം സമ്മതിച്ച് കളം വിട്ട് ഓടുകയോ ചെയ്യും. ഈ ഡിജിറ്റൽ ലോകത്തിന്റെ മായക്കാഴ്ചകളിൽ നിന്നും വ്യാജമായ സുരക്ഷിതത്വത്തിൽ നിന്നും അവരെ പിടിച്ചു പുറത്തിട്ട് യാഥാർത്ഥ്യങ്ങളുടെ കഠിനമായ പോരാട്ട വീഥികളിലേക്ക് നാം വഴി നടത്തേണ്ടതുണ്ട്. പണമെന്നത് ആരുടെയും ദയവുകൊണ്ടോ ദാനം കൊണ്ടോ ഉണ്ടാകുന്നതല്ലെന്നും അത് സ്വന്തം കഴിവുകളെ നിരന്തരം മിനുക്കിയെടുത്ത് കഠിനാധ്വാനത്തിലൂടെ ചോരനീരാക്കി നേടേണ്ടതാണെന്നും അവർ ആഴത്തിൽ തിരിച്ചറിയണം. എന്നാൽ വെറുമൊരു മൃഗത്തെപ്പോലെ ചിന്തയില്ലാതെ അധ്വാനിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിൽ കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ആ അധ്വാനത്തിനും താൻ ചെലവഴിക്കുന്ന വിലപ്പെട്ട സമയത്തിനും കൃത്യമായ വില ഈടാക്കാൻ പഠിക്കുന്നതാണ് അതിനേക്കാൾ വലിയ കല. ഇവിടെയാണ് സ്വന്തം ആത്മാഭിമാനവും മൂല്യവും തിരിച്ചറിയേണ്ടതിൻ്റെയും ആവശ്യമായ ഇടങ്ങളിൽ ഒട്ടും മടികൂടാതെ വിലപേശേണ്ടതിൻ്റെയും അനിവാര്യത വരുന്നത്.
മറ്റുള്ളവരുടെ അധ്വാനത്തെയും സമയത്തെയും കഴിവിനെയും ഒരു ദാക്ഷിണ്യമില്ലാതെ സൗജന്യമായി ചൂഷണം ചെയ്യാൻ തക്കം പാർത്തിരിക്കുന്ന നന്ദികെട്ട മനുഷ്യർ നിറഞ്ഞതാണ് ഈ ലോകം. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കേവലം അനുസരണയുള്ള ഒരു അടിമ ജീവനക്കാരനാകാൻ മാത്രമാണ്. മുകളിലിരിക്കുന്ന ബോസ് എന്ത് അന്യായങ്ങൾ പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ തലയാട്ടുന്ന ഒരു അടിമക്കണ്ണാടിയാകാനാണ് അവർ തലമുറകളെ പ്രാപ്തരാക്കുന്നത്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വിരൽ ചൂണ്ടാനോ അർഹതപ്പെട്ടതിനു വേണ്ടി കൃത്യമായി വാദിക്കാനോ ആരും അവരെ പഠിപ്പിക്കുന്നില്ല. ചാണക്യനീതി കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്: സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും സ്വന്തം മൂല്യത്തെക്കുറിച്ചും ബോധമില്ലാത്തവനെ ഈ സമൂഹം ചവിട്ടിമെതിച്ച് മുന്നോട്ടു പോകും. സ്വന്തം സമയമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള സമ്പത്തെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ആരോടും അത് എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും ശരി, സ്വന്തം കഴിവും സമയവും സൗജന്യമായി വിട്ടു നൽകരുത്. സൗഹൃദവും ബന്ധങ്ങളും അതിന്റെ സ്ഥാനത്തുണ്ടാകണം. എന്നാൽ കരിയറിന്റെയും ബിസിനസിന്റെയും ലോകത്തേക്ക് വരുമ്പോൾ തരിമ്പും വിട്ടുവീഴ്ചയില്ലാത്ത പ്രൊഫഷണലിസം കാത്തുസൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തനിക്ക് കഴിവുണ്ടെങ്കിൽ അതൊരിക്കലും സൗജന്യമായി ചെയ്തു കൊടുക്കരുത്. സ്വന്തം കഴിവിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ഒരു കുട്ടിക്ക് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി തന്റെ നിബന്ധനകൾ ഉറപ്പിച്ചു പറയാൻ കഴിയുമെങ്കിൽ ഒരു വ്യാപാരിക്കോ കൗശലക്കാരനായ ബോസിനോ അവനെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. ഈയൊരു ശീലം അവനെ സ്വന്തം നിബന്ധനകളിൽ മാത്രം ജീവിക്കുന്ന, ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഒരു ശക്തനായ മനുഷ്യനാക്കി മാറ്റും. അനാവശ്യമായി തലകുനിക്കുന്നത് മഹത്വമല്ലെന്നും സ്വന്തം ആത്മാഭിമാനത്തെ പണയം വയ്ക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നും അവൻ തിരിച്ചറിയും. എന്നാൽ നിങ്ങളുടെ കുട്ടി പണമുണ്ടാക്കാനും അത് സംരക്ഷിക്കാനും തന്റെ അധ്വാനത്തിന് അർഹമായ വില വാങ്ങാനും പഠിച്ചു എന്ന് കരുതുക. പക്ഷേ പെട്ടെന്ന് അവന്റെ ജീവിതത്തിലേക്ക് തലച്ചോറുകൊണ്ട് ചിന്തിക്കാതെ വികാരങ്ങൾക്കടിപ്പെട്ട് ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ കടന്നുവന്നാൽ എന്താകും അവസ്ഥ? സ്നേഹത്തിന്റെയോ ആഴത്തിലുള്ള സൗഹൃദത്തിന്റെയോ മനോഹരമായ മുഖംമൂടി അണിഞ്ഞ് ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് വരികയും അവന്റെ സമ്പത്തും സമാധാനവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭാവിയും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്താൽ എന്തു ചെയ്യും? ഇന്ന് ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരായ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ പോലും അറിവില്ലാതെ വീണുപോകുന്ന ഭീകരമായ ഒരു ചക്രവ്യൂഹമാണിത്. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ ഉൾക്കാഴ്ചയും ലോകവിവരവും നമ്മൾ മക്കൾക്ക് നൽകിയില്ലെങ്കിൽ അവരുടെ വിജയങ്ങളെല്ലാം വെറുമൊരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു തരിപ്പണമാകും. വികാരങ്ങളുടെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെയും മുഖംമൂടി അണിഞ്ഞ തെറ്റായ മനുഷ്യരെയും കൃത്യമായി തിരിച്ചറിയുക എന്നതാണ് അവർ പഠിക്കേണ്ട അടുത്ത പാഠം. നമ്മൾ എപ്പോഴും മക്കളെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും അന്ധമായി വിശ്വസിക്കാനുമാണ്. എന്നാൽ എല്ലാ മനോഹരമായ പുഞ്ചിരിക്ക് പിന്നിലും യഥാർത്ഥ സ്നേഹമല്ല ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അവരോട് പറയാൻ മറന്നുപോകുന്നു. ബന്ധങ്ങളെ വെറും ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം കൊണ്ട് മാത്രം അളക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ഒരു തെറ്റായ സുഹൃത്തോ അല്ലെങ്കിൽ സ്വാർത്ഥനായ ഒരു പങ്കാളിയോ നിങ്ങളുടെ കുട്ടിയുടെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. ചാണക്യൻ പണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്: ദുഷ്ടനായ സുഹൃത്തും സ്വാർത്ഥനായ പങ്കാളിയും കൂടെയുണ്ടാവുന്നത് മരണത്തെ കെട്ടിപ്പിടിക്കുന്നതിന് തുല്യമാണ് എന്ന്. ഇന്ന് നമ്മൾ ഇതിനെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നും ഗോൾഡ് ഡിഗിംഗ് എന്നും ആധുനിക പേരിട്ട് വിളിക്കുന്നു. സ്വന്തം വളർച്ചയെക്കാളും സ്വഭാവത്തെക്കാളും തന്റെ പണത്തെയും പദവിയെയും മാത്രം പ്രണയിക്കുന്ന മനുഷ്യർ കൂടെയുണ്ടാകുന്നത് ഒരു ടൈം ബോംബിന് മുകളിൽ ഇരിക്കുന്നതിന് തുല്യമാണെന്ന് കുട്ടികൾ അറിയണം. സ്നേഹം അന്ധമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ ലക്ഷ്യങ്ങളും അവന്റെ സാമ്പത്തിക ഭദ്രതയും ഒരിക്കലും അന്ധമാകരുത്. വികാരങ്ങളിൽ ഒലിച്ചുപോയി സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നത് പരമമായ വിഡ്ഢിത്തമാണ്. തന്റെ കഷ്ടപ്പാടുകളിൽ ഒപ്പം നിൽക്കാത്ത ഒരു വ്യക്തിക്കും തന്റെ വിജയത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ യാതൊരു അവകാശവുമില്ലെന്ന കൈപ്പേറിയ സത്യം അവർ മനസ്സിലാക്കണം. ഒരു യഥാർത്ഥ കൂട്ടുകാരൻ എന്നത് നിങ്ങളുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ആസ്തിയായിരിക്കണം, അല്ലാതെ നിങ്ങളെ ജീവനോടെ തകർക്കുന്ന ഒരു ബാധ്യതയാകരുത്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗിന്റെയും വൈകാരിക ചൂഷണങ്ങളുടെയും കെണികളെ ദാക്ഷിണ്യമില്ലാതെ മുറിച്ചുമാറ്റാൻ കുട്ടിക്കാലം മുതൽക്കേ അവർ പഠിക്കണം. അല്ലാത്തപക്ഷം അവരുടെ ആ പാവത്വവും നന്മയും തന്നെയായിരിക്കും ഒടുവിൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. സ്വന്തം ചോരയിൽ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ മകനെ പ്രാപ്തനാക്കിയ ശേഷം അവന്റെ ആത്മാവിലേക്ക് മാതാപിതാക്കൾ കോരിയിടേണ്ട കനൽവഴികളുണ്ട്. അതിലേറ്റവും മൂർച്ചയേറിയത് നിശബ്ദതയുടെ വന്യമായ കരുത്തും അനാവശ്യമായ ആർഭാടങ്ങളെ വെട്ടിമാറ്റാനുള്ള മനസ്സുമാണ്. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ലോകം ഒരു വലിയ മാനസിക രോഗത്തിന്റെ പിടിയിലാണ്. നേടുന്ന ചെറിയ വിജയങ്ങൾ പോലും ലോകത്തിനു മുന്നിൽ അലറി വിളിച്ചു കാണിക്കാനുള്ള രോഗം. ഒരു പുതിയ വാഹനം വാങ്ങിയാലുടൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ആഘോഷമാക്കും. ആദ്യത്തെ ശമ്പളം അക്കൗണ്ടിലെത്തുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരെയും കാണിക്കും. എന്നാൽ യുഗങ്ങൾക്ക് മുൻപ് ചാണക്യൻ തന്റെ ചോര കൊണ്ട് എഴുതിവെച്ച ഒരു സിദ്ധാന്തമുണ്ട്: നിങ്ങളുടെ നിഗൂഢമായ പദ്ധതികളും ലക്ഷ്യങ്ങളും സമ്പാദ്യങ്ങളും എക്കാലത്തും ഇരുളിൽ തന്നെ ഇരിക്കണം. ഉള്ളിലെ രഹസ്യങ്ങൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തുന്ന ഈ ഭ്രാന്തൻ ശീലം നിങ്ങളെ ജീവനോടെ നശിപ്പിച്ചു കളയും. നിർഭാഗ്യവശാൽ ഇന്നത്തെ മാതാപിതാക്കൾ തന്നെയാണ് ഈ അനാവശ്യമായ മത്സരപ്പാച്ചിലിന്റെ മുൻപന്തിയിലുള്ളത്. അവർ അറിയാതെ സ്വന്തം മക്കളെയും ഈ അടിയൊഴുക്കിലേക്ക് തള്ളിവിടുന്നു. വില കൂടിയ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ പുതയ്ക്കുന്നതും സമൂഹത്തിൽ പത്രാസ് കാണിക്കുന്നതുമാണ് അന്തസ് എന്ന് അവർ തെറ്റായി വിശ്വസിക്കുന്നു. എന്നാൽ പണത്തിന്റെ മനഃശാസ്ത്രത്തിലെ ഏറ്റവും ക്രൂരമായ നിയമം മറ്റൊന്നാണ്: ധനികനായി അഭിനയിക്കുന്നതും
യഥാർത്ഥത്തിൽ ഒരു ധനികനാകുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരമുണ്ട്. സ്വന്തം സമ്പത്തും വിജയവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ അസൂയക്കാരായ ശത്രുക്കളെ മാത്രമല്ല, ഒപ്പം ചതിയന്മാരെയും കപടസുഹൃത്തുക്കളെയും കാന്തം പോലെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടിലെ നിയമം എപ്പോഴും കൃത്യമാണ്. ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ഇരയാണ് വേട്ടക്കാരൻ എപ്പോഴും ആദ്യം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ആർപ്പുവിളികളുമില്ലാതെ നിശബ്ദമായി വളരാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. ബഹളമുണ്ടാക്കി നേടുന്ന വിജയങ്ങൾക്ക് എപ്പോഴും ദൃഷ്ടിദോഷവും ശത്രുതയും കൂടും. യഥാർത്ഥത്തിൽ കരുത്തനായ ഒരു മനുഷ്യന് തന്റെ പ്രതാപം തെളിയിക്കാൻ വലിയ ബ്രാൻഡുകളുടെ ലോഗോകളുടെ ആവശ്യമില്ല. സ്വന്തം സാമ്പത്തിക സാമ്രാജ്യം അജയ്യമാകുന്നതുവരെ നിശബ്ദതയായിരിക്കണം അവന്റെ ഏറ്റവും വലിയ ആയുധമെന്നവൻ തിരിച്ചറിയണം. സ്വന്തം വരുമാനവും നിക്ഷേപങ്ങളും അടുത്ത ചുവടുവെപ്പുകളും എത്രത്തോളം രഹസ്യമാക്കി വെക്കാമോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും അവന്റെ ജീവിതം. എപ്പോഴാണോ ഒരു മകൻ തന്റെ നേട്ടങ്ങളെ രഹസ്യമായി സൂക്ഷിക്കാനും ലോകത്തിന്റെ കയ്യടികൾക്ക് കാത്തുനിൽക്കാതെ അന്ധകാരത്തിലിരുന്ന് നിശബ്ദമായി പണിയെടുക്കാനും ശീലിക്കുന്നത്, അന്ന് അവൻ ഈ ഭൂമിയിലെ ഭൂരിഭാഗം മനുഷ്യരെയും ബഹുദൂരം പിന്നിലാക്കി കഴിഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ പാഠങ്ങളെല്ലാം വെറും ജലരേഖയായി മാറും അവന് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ആ അവസാന സൂത്രം കൂടി പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഏതൊരു മാതാപിതാക്കളുടെയും ഉള്ളൊന്ന് നടുങ്ങിയേക്കാം. കാരണം സമൂഹം നമ്മെ പഠിപ്പിച്ചുതന്ന എല്ലാ പരമ്പരാഗത ആദർശങ്ങളെയും തവിടുപൊടിയാക്കുന്ന ഒന്നാണത്. ഇതൊരു സാധാരണ ഉപദേശമല്ല, മറിച്ച് ഒരു സാധാരണക്കാരനെ രാജാവായി മാറ്റിയെടുക്കുന്ന ബ്രഹ്മാസ്ത്രമാണ്. നിങ്ങളുടെ മകൻ എത്ര വലിയ കഴിവുള്ളവനായാലും, പണം സമ്പാദിക്കാൻ പഠിച്ചാലും, മനുഷ്യരുടെ കപടമുഖങ്ങൾ തിരിച്ചറിഞ്ഞാലും അവന്റെ ഉള്ളിൽ ഈ ഒരു അവസാനത്തെ ഗുണമില്ലെങ്കിൽ ഈ സമൂഹത്തിലെ ചെന്നായ്ക്കൾ അവനെ വളഞ്ഞിട്ട് വേട്ടയാടും. അവന് തിരിച്ചടിക്കാൻ പോലും കഴിയില്ല. ആ ഭയപ്പെടുത്തുന്ന പാഠം മറ്റൊന്നുമല്ല, അമിതമായ പാവത്തം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ കഠിനവും ക്രൂരവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവം നേടുകയും ചെയ്യുക എന്നത് മാത്രമാണ്. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് എപ്പോഴും നല്ലവരായിരിക്കാനും ആരുമായും വഴക്കിടാതിരിക്കാനും ആരെങ്കിലും ദ്രോഹിച്ചാൽ പോലും അവരോട് ക്ഷമിക്കാനുമാണ്. എന്നാൽ ചാണക്യന്റെ പ്രായോഗിക സിദ്ധാന്തം ഈ കാപട്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് എപ്പോഴും ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ അമിതമായി നേരുള്ളവരും പാവങ്ങളുമായ മനുഷ്യരെയാണ് ഈ സമൂഹം ആദ്യം ചവിട്ടിമെതിക്കുന്നത്. നിങ്ങളുടെ മകൻ അമിതമായി പാവവും എന്തിനും ഏതിനും ക്ഷമിക്കുന്നവനുമാണെങ്കിൽ ഈ ക്രൂരമായ ലോകം അവനെ ജീവനോടെ വിഴുങ്ങിക്കളയും. അവനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തുക, പക്ഷേ ഒരിക്കലും ഒരു ദുർബലനാക്കരുത്. ലോകം ഒരിക്കലും നല്ല മനുഷ്യരെയല്ല ബഹുമാനിക്കുന്നത്, അത് കരുത്തുള്ളവരെ മാത്രമാണ് ഭയത്തോടെയെങ്കിലും ബഹുമാനിക്കുന്നത്. വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ പോലും അത് ശത്രുവിന് മുന്നിൽ പത്തി വിടർത്താനും ചീറ്റാനും മറക്കരുത് എന്ന ചാണക്യന്റെ പ്രസിദ്ധമായ ഉദാഹരണം എപ്പോഴും ഓർക്കുക. ഉള്ളിൽ സമാധാനവും ദയയുമുള്ള ഒരു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ തന്റെ അതിരുകൾ ലംഘിക്കാൻ നോക്കുന്നവർക്ക് നേരെ ശക്തമായി പ്രതികരിക്കാൻ അവൻ പഠിക്കണം. തന്റെ പണത്തിന്മേലോ ആത്മാഭിമാനത്തിന്മേലോ ആരെങ്കിലും കൈവയ്ക്കാൻ നോക്കിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലോകത്തിന് നൽകാൻ അവന് കഴിയണം. പ്രതിരോധിക്കാൻ മാത്രമല്ല, അതിജീവനത്തിനായി ആക്രമിക്കേണ്ടി വന്നാൽ അതിനും അവൻ പ്രാപ്തനായിരിക്കണം. അവൻ ബിസിനസ് ലോകത്തേക്കോ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിലേക്കോ ഇറങ്ങുമ്പോൾ അവന്റെ സർട്ടിഫിക്കറ്റുകളല്ല, മറിച്ച് അവന്റെ ഈ കണിശതയും നയതന്ത്രവുമാണ് അവനെ രക്ഷിക്കുക. ഈ മനുഷ്യൻ പാവത്തം കൊണ്ട് അന്യായങ്ങൾ സഹിക്കില്ല എന്ന് ലോകം തിരിച്ചറിയുമ്പോൾ അവന് നേരെ വരുന്ന ശത്രുക്കൾ തനിയെ അവന്റെ വഴിയിൽ നിന്ന് മാറിത്തുടങ്ങും. ഈ ലോകം കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു പൂന്തോട്ടമല്ല. സാമദാന ഭേദദണ്ഡങ്ങളുടെ യഥാർത്ഥ പ്രയോഗം എവിടെ എങ്ങനെ നടത്തണമെന്ന് നിങ്ങളുടെ മകൻ കൃത്യമായി അറിഞ്ഞിരിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും ശാന്തിയും സമാധാനവും ചർച്ചകളും മാത്രം വിജയം കാണില്ലെന്നതാണ് പരുക്കൻ യാഥാർത്ഥ്യം. ചുറ്റുമുള്ളവർ ചതിക്കാൻ കോപ്പുകൂട്ടുമ്പോഴും വിട്ടുവീഴ്ചകളുടെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഭാവിക്കുമ്പോഴും അവിടെ കർശനവും ദാക്ഷിണ്യമില്ലാത്തതുമായ തീരുമാനങ്ങൾ എടുക്കുക എന്നത് തെറ്റല്ല, മറിച്ച് അത് നിങ്ങളുടെ പരമമായ ധർമ്മമാണ്. ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. സ്വന്തം അതിരുകൾ അത്രമേൽ ശക്തമായി കാത്തുസൂക്ഷിക്കാൻ അവന് കഴിയണം. ഒരു കപടബന്ധുവിനോ വ്യാജ സുഹൃത്തിനോ അവനോട് കളിക്കാൻ പോയിട്ട് അവന്റെ നേരെ നോക്കാൻ പോലും ഭയം തോന്നണം. ഉള്ളിലെ അസാധാരണമായ കരുത്തിനെ കൃത്യമായി നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലാണ് യഥാർത്ഥ സുരക്ഷിതത്വം ഒളിഞ്ഞിരിക്കുന്നത്. സ്വന്തമായി പോരാടാൻ പോലും അറിയാത്തൊരു മനുഷ്യന് എങ്ങനെയാണ് ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയുക? ഈ പാഠങ്ങൾ വെറും പുസ്തകത്താളുകളിലെ അറിവുകളല്ല, മറിച്ച് നിങ്ങളുടെ കുട്ടിയെ ഒരു യഥാർത്ഥ പോരാളിയാക്കി മാറ്റുന്ന കഠിനമായ മാനസിക പ്രോഗ്രാമിംഗ് ആണ്. ഇന്ന് 99% മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വെറുമൊരു അനുസരണയുള്ള ജീവനക്കാരനോ അല്ലെങ്കിൽ വിപണിയിലെ വിഴുപ്പലക്കുന്ന ഒരു ഇരയോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നാളെ ഏതെങ്കിലും ഒരു ചെന്നായ വന്ന് അവരെ വേട്ടയാടി തിന്നാൻ അവർ തന്നെ അവസരമൊരുക്കുന്നു. സ്നേഹമെന്ന വ്യാജേന അവർ മക്കളെ മാനസികമായി തളർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചരിത്രം സൃഷ്ടിക്കുന്ന ആ 1% മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളുടെ മക്കൾ വരണമെന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് ഈ അന്ധത ആദ്യം ഉപേക്ഷിക്കുക. അവർക്ക് സുഖസൗകര്യങ്ങളുടെ വിരിപ്പല്ല നൽകേണ്ടത്, പകരം അറിവിന്റെയും പ്രായോഗിക ജീവിതത്തിന്റെയും മൂർച്ചയേറിയ ആയുധങ്ങളാണ് നൽകേണ്ടത്. ഈ പാഠങ്ങളുമായി വളരുന്ന ഒരു കുട്ടി വെറുതെ പണം മാത്രമല്ല ഉണ്ടാക്കുക,
മറിച്ച് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ സാമ്രാജ്യം തന്നെ അവൻ കെട്ടിപ്പടുക്കും. ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന വലിയ വെല്ലുവിളികളെ നിങ്ങളുടെ കുട്ടി അതിജീവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തത്വങ്ങൾ ഇന്നു മുതൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുക. കുട്ടി വളരുന്നത് നിങ്ങൾ പറയുന്ന വെറും ഉപദേശങ്ങൾ കേട്ടുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടാണ്. നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയും മാറും. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു വശം കൂടി ചിന്തിക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി നമ്മൾ വളർത്തുന്ന കുട്ടികൾക്ക് പണത്തോടുള്ള മനോഭാവം എങ്ങനെ രൂപപ്പെടുന്നു എന്നതാണ്. പലപ്പോഴും കുട്ടികൾ വിചാരിക്കുന്നത് പണം എന്നത് വളരെ എളുപ്പത്തിൽ കൈക്കലാക്കാൻ കഴിയുന്ന ഒന്നാണെന്നാണ്. കാരണം അവർക്ക് വേണ്ടതെല്ലാം മാതാപിതാക്കൾ ഒരൊറ്റ ആവശ്യത്തിൽ തന്നെ തളികയിൽ വെച്ച് നീട്ടുന്നു. ഇവിടെയാണ് നമ്മൾ അവർക്കായി ഒരു വലിയ സൈക്കോളജിക്കൽ കെണിയൊരുക്കുന്നത്. ഒരു കുട്ടിക്ക് കഷ്ടപ്പാടുകൾ എന്തെന്നറിയാതെ വളരുമ്പോൾ അവൻ ജീവിതത്തിലെ യഥാർത്ഥ പ്രതിസന്ധികളെ നേരിടാൻ ഭയപ്പെടും, തളർന്നു പോകും. ചാണക്യൻ തന്റെ തത്വങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം അളക്കപ്പെടുന്നത് അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെന്ന്. കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ചെറിയ പരാജയങ്ങൾ അനുഭവിക്കാൻ അവരെ അനുവദിക്കണം. അവർ പരീക്ഷകളിൽ തോൽക്കുമ്പോഴോ അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോഴോ അവരെ അമിതമായി ആശ്വസിപ്പിച്ച് സുഖിപ്പിക്കാൻ നോക്കരുത്. ആ പരാജയത്തെ നെഞ്ചുവിരിച്ച് എങ്ങനെ നേരിടണം എന്നവരെ പഠിപ്പിക്കുക. ജീവിതത്തിൽ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി എങ്ങനെ വെട്ടിത്തുറക്കണം എന്ന ചിന്ത അവരിലുണ്ടാകണം. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് മുന്നിൽ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ ലോകത്ത് ക്രൂരന്മാരായ നെഗറ്റീവ് മനുഷ്യരും ചതിക്കുഴികളും ഉണ്ടെന്ന പച്ചയായ സത്യം അവരിൽ നിന്നൊരിക്കലും മറച്ചുവെക്കരുത്. അവരെ ഒരു സാങ്കല്പിക ലോകത്ത് വളർത്തിയാൽ എന്നെങ്കിലും യഥാർത്ഥ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വലിയ ആഘാതമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പെരുമാറ്റങ്ങളെയും അവരുടെ ഉള്ളിലെ സ്വാർത്ഥതയെയും കുറിച്ച് കുട്ടികളോട് തുറന്നു സംസാരിക്കാൻ ഒട്ടും മടിക്കരുത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ വന്ന് ചോദിക്കാറില്ലേ, ഇന്നലെ വരെ എന്നെ ജീവനായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ചില മനുഷ്യർ പെട്ടെന്ന് മാറിപ്പോകുന്നത് എന്ന്? പ്രാണനായി കണ്ട കൂട്ടുകാർ ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം ശത്രുക്കളെപ്പോലെ മുഖം തിരിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സുകൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അവിടെയാണ് മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും ക്രൂരവും എന്നാൽ നഗ്നവുമായ യാഥാർത്ഥ്യങ്ങൾ നാം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഭൂമിയിൽ മനുഷ്യർ മാറുന്നത് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ മാത്രമാണ്. ഒരാൾക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥലാഭമുണ്ടെങ്കിൽ അവർ നമ്മളോട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറും. എന്നാൽ ആ ലാഭം അവസാനിക്കുന്ന നിമിഷം അവരുടെ ആ കപടസ്നേഹവും ഒപ്പം അവസാനിക്കും. ഈ കൈപ്പേറിയ സത്യം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ കൂടെയുള്ളവർ വഞ്ചിക്കുമ്പോൾ അവർ മാനസികമായി തകർന്നു പോകാതിരിക്കൂ. അത്തരം ചതികൾ അവരെ തളർത്തുകയല്ല, പകരം ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി അവരെ കരുത്തരാക്കുകയാണ് ചെയ്യുക. സ്വന്തം വികാരങ്ങളെ ചങ്ങലക്കിടാൻ പഠിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഒരു നല്ല ഭരണാധികാരിയോ മിടുക്കനായൊരു ബിസിനസ്സുകാരനോ ആകാൻ കഴിയില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൃദയം കൊണ്ടല്ല, തലച്ചോറുകൊണ്ട് ചിന്തിക്കാൻ അവരെ ശീലിപ്പിക്കണം. ഉള്ളിൽ സ്നേഹവും ദയയും സൂക്ഷിക്കുമ്പോൾ തന്നെ പ്രായോഗിക ജീവിതത്തിൽ കണിശതയുള്ളവരാകാൻ അവർക്ക് കഴിയണം. അത് അവരെ കൂടുതൽ ശക്തരും ആത്മവിശ്വാസമുള്ളവരുമാക്കി മാറ്റും. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്നുറപ്പാണ്, ജീവിതമെന്നത് വെറുമൊരു മത്സരമല്ല, അതൊരു വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ കൃത്യമായ തന്ത്രങ്ങൾ കൂടിയേ തീരൂ. നിങ്ങളുടെ മക്കൾക്ക് വലിയ ഡിഗ്രികളുണ്ടാകാം, അവർ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ടാകാം. പക്ഷേ മനുഷ്യരുടെ കുതന്ത്രങ്ങളെയും ചതികളെയും പ്രതിരോധിക്കാൻ അറിയില്ലെങ്കിൽ അവർ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്കേ ചുറ്റുമുള്ളവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ഒരു പാഠവും അവരിൽ വളർത്തിയെടുക്കണം. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളെയല്ല, മറിച്ച് അവന്റെ ശരീരഭാഷയെയും മുൻകാല പ്രവൃത്തികളെയുമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുക. വാക്കുകൾ കൊണ്ട് ആർക്കും ആരെയും മയക്കാൻ കഴിയും, എന്നാൽ പ്രവൃത്തികൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. ഈയൊരു നിരീക്ഷണ ബുദ്ധി കുട്ടികളിലുണ്ടായാൽ അവർ ഒരിക്കലും ചതിക്കപ്പെടില്ല. ചുറ്റുമുള്ള മനുഷ്യരുടെ കപടമുഖങ്ങളെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ അവർക്ക് കഴിയും. ഇത് ജീവിതത്തിലെ വലിയ ചതിക്കുഴികളിൽ വീഴാതെ അവരെ രക്ഷിക്കും. നമ്മുടെ മക്കൾ എപ്പോഴും സുരക്ഷിതരായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനുള്ള ഒരേയൊരു വഴി അവരെ സുരക്ഷിത വലയങ്ങളിൽ ഒളിപ്പിക്കുകയല്ല, പകരം ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ തക്കവണ്ണം അവരെ ശക്തരാക്കുക എന്നതാണ്. ഈയൊരു ചിന്താഗതി നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കൂ. പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ മുന്നിൽ വെച്ച് പണത്തിന്റെ ബുദ്ധിമുട്ടുകളെയും കുറവുകളെയും കുറിച്ച് എപ്പോഴും പരാതി പറയാറുണ്ട്. എന്നാൽ ആ പരാതികൾ കുട്ടികളിൽ വളരെ അപകടകരമായ ഒരു ദാരിദ്ര്യ മനോഭാവം വളർത്തിയെടുക്കും. പണമെന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്നും അത് തങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ലെന്നുമുള്ള ഒരു ഭയം അവരുടെ ഉപബോധ മനസ്സിൽ ഉറച്ചുപോകും. ഇതിനു പകരം പണം എങ്ങനെ ഉണ്ടാക്കാം, വിജയകരമായ വഴികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അവരുമായി ആരോഗ്യകരമായി ചർച്ച ചെയ്യുക. ചെറിയ ബിസിനസ് ആശയങ്ങളെക്കുറിച്ചും കൃത്യമായ നിക്ഷേപങ്ങളെക്കുറിച്ചും അവരോട് സംസാരിക്കുക. ഇത് അവരിൽ ഒരു സമ്പന്നമായ ചിന്താഗതി വളർത്തിയെടുക്കാൻ സഹായിക്കും.
പണം എന്നത് വെറുതെ ധൂർത്തടിക്കാനുള്ളതല്ല, മറിച്ച് അതൊരു വലിയ ആയുധമാണെന്ന് അവർ മനസ്സിലാക്കണം. ആ ആയുധം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥ സാമ്പത്തിക വിദ്യാഭ്യാസം. ഈ അറിവ് ഒരു സ്കൂളിലും കോളേജിലും ആരും പഠിപ്പിച്ചു തരില്ല. അത് മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് പകർന്നു നൽകേണ്ടതാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഓർക്കുക, ഇന്നത്തെ ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവും സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റവും കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും ഒളിഞ്ഞിരിക്കുന്നത് ഒരുപാട് കെണികളാണ്. ഈ കെണികളിൽ വീഴാതെ അവർക്ക് സ്വയം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പ്രായോഗിക അറിവുകൾ കൂടിയേ തീരൂ. ഇല്ലെങ്കിൽ അവരും കേവലം മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന വെറുമൊരു ഉപഭോഗവസ്തുവായി മാറിപ്പോകും. സ്വന്തമായി ചിന്തിക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും അവരെ പ്രാപ്തരാക്കുക. അവർ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ പോലും ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ അനുവദിക്കുക. ഒരിക്കലും അവരുടെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ തന്നെ ചെയ്തു കൊടുക്കരുത്. അവർക്ക് സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യട്ടെ. അത് അവരുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുകയും അവരെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ പോരാളിയാക്കി മാറ്റുകയും ചെയ്യും. ജീവിതമെന്ന ഈ മഹാ ക്യാൻവാസിൽ നമ്മൾ മക്കൾക്കായി വരച്ചിടുന്ന ഓരോ വരകളാണ് അവരുടെ ഭാവിയുടെ അതിരുകൾ നിശ്ചയിക്കുന്നത്. ഒരു രാജാവിനെ പോലെ തലയുയർത്തി ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു രാജാവിന്റെ ചിന്താഗതി തന്നെയാണ്. ആ ചിന്താഗതി ഒരിക്കലും അഹങ്കാരത്തിന്റെയോ ധാർഷ്ട്യത്തിന്റെയോ മണ്ണിൽ മുളയ്ക്കുന്നതല്ല, മറിച്ച് അത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകിയുണ്ടായ അറിവിൽ നിന്നും തിരിച്ചറിവുകളിൽ നിന്നും മാത്രം ജനിക്കുന്നതാണ്. ചാണക്യന്റെ തത്വങ്ങൾ എപ്പോഴും നമ്മോട് വിളിച്ചു പറയുന്നത് ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നേർക്കുനേർ കണ്ണു തുറന്നു നോക്കാനാണ്. പ്രതിസന്ധികളെ കണ്ട് ഭയന്നോടുകയല്ല, മറിച്ച് ആ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നമുക്ക് അനുകൂലമായ ആയുധങ്ങളാക്കി മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം കോടികൾ കുന്നുകൂടിയ ബാങ്ക് അക്കൗണ്ടുകളല്ല, ഏത് കൊടുങ്കാറ്റിലും തകർന്നു പോകാതെ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ നെഞ്ചുറപ്പും മാനസിക കരുത്തുമാണ്. ആ ഒരൊറ്റ കരുത്ത് അവരുടെ രക്തത്തിലുണ്ടെങ്കിൽ അവരെ ഏത് വിജനതയിൽ കൊണ്ടുപോയി തള്ളിയാലും അവിടെ അവർ സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യരായി അവരെ മാറ്റിയെടുക്കാൻ ഈ കഠിനമായ പാഠങ്ങൾ സഹായിക്കും. ഈയൊരു പോരാട്ടത്തിൽ മാതാപിതാക്കളായ നിങ്ങൾക്കൊഴിഞ്ഞുമാറാനാകാത്ത വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുന്ന കർക്കശമായ അച്ചടക്കവും പ്രായോഗിക ബുദ്ധിയുമാണ് അവർക്ക് മുന്നിലെ ഏറ്റവും വലിയ പാഠപുസ്തകം. പുസ്തകത്താളുകളിൽ നിന്ന് വായിച്ചെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവരിലേക്ക് പടരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളുമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് ആദ്യം മാറേണ്ടത് നമ്മൾ തന്നെയാണ്. പണത്തോടും സഹജീവികളോടുമുള്ള നമ്മുടെ സമീപനം എപ്പോഴും കൃത്യതയുള്ളതായിരിക്കണം. പൊള്ളയായ ആഡംബരങ്ങൾക്കും കാപട്യങ്ങൾക്കും പുറകെ ഓടി സമയം കളയാതെ, ലോകമറിയാതെ നിശബ്ദമായി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ ശീലിക്കണം. നമ്മൾ ആ ഒരു നേർവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മക്കളും ആ പാത പിന്തുടരും. വരാനിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിന്റെ വെളിച്ചമായി മാറാൻ അവർക്ക് സാധിക്കും. ഈയൊരു മാറ്റം നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളുടെ ചിന്തകളിൽ പോലും വലിയൊരു വിപ്ലവം സൃഷ്ടിക്കും. സ്വന്തം ചോരയെ ഈ ലോകത്തോട് പോരാടാൻ ശേഷിയുള്ള ഒരു യഥാർത്ഥ പോരാളിയാക്കി മാറ്റാൻ ഇന്ന് തന്നെ ഇറങ്ങിത്തിരിക്കുക. ഈ ലോകം അവർക്കായി വഴിമാറുന്നത് നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ചാണക്യനീതിയുടെ ഈ കൈപ്പേറിയ സത്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെ അല്പമെങ്കിലും ഉണർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോ വിലയേറിയ ആശയങ്ങളും ചിന്തകളും താഴെയുള്ള കമന്റ് ബോക്സിൽ എന്നോട് പങ്കുവയ്ക്കാൻ മടിക്കരുത്. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്കും ജീവിതതന്ത്രങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഇത്തരം സൈക്കോളജിക്കൽ ലൈഫ് സ്ട്രാറ്റജി വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ചിന്തകളെ ഉണർത്താൻ ഈ വീഡിയോ അവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമന്റും ഇതുപോലുള്ള മികച്ച ഉള്ളടക്കങ്ങൾ ഇനിയും സൃഷ്ടിക്കാൻ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഊർജ്ജമാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞുകൊടുക്കുന്ന വെറും വാക്കുകളല്ല, മറിച്ച് അവരെ സാക്ഷി നിർത്തി നിങ്ങൾ ജീവിച്ചു കാണിക്കുന്ന ജീവിതം തന്നെയാണ് അവരുടെ വിധി മാറ്റിമറിക്കുന്നത്.